Okay, good evening all. Welcome to AFR Education. Welcome to Paper 1 webinar based on the PYQ and other aspect. Okay, so നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം കരുതുന്നുണ്ട് റിഗാർഡിംഗ് പ്രിപ്പറേഷൻ. സോ ബിഫോർ സ്റ്റാർട്ടിങ് എന്താണ് എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? ഓക്കെ, എക്സാമിനുള്ള അതായത് നമ്മുടെ ജൂൺ 20 എന്ന് പറയുന്ന ഡേറ്റിൽ അതായത് ഏകദേശം നമുക്ക് വരുന്നത് ബേസിക്കലി അറൗണ്ട് വാട്ട് വി ക്യാൻ സേ ഒരു 35 ഡേയ്സ് ആണ്. ബട്ട് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചില എക്സാമുകൾ 21, ചില എക്സാമുകൾ ഓക്കെ ഒരു 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 ആസ്പെക്റ്റിലേക്ക് ഉണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ എങ്ങനെയുണ്ട് നിങ്ങളെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നുണ്ട് എന്ന് 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 ജസ്റ്റ് ഒന്ന് പറയാം. ഹൗ യുവർ പ്രിപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ? എങ്ങനെ പോകുന്നു? വി ഹാവ് എവിടെയും എത്തിയിട്ടില്ല. നോട്ട് റീച്ച് യെറ്റ്. ഓക്കെ, യുവർ സ്റ്റിൽ പേപ്പർ 1 പ്രിപ്പറേഷൻ. അപ്പൊ പേപ്പർ 2 പ്രിപ്പയർ ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ പേപ്പർ 2 പ്രിപ്പയർ ചെയ്യുന്നില്ലേ? then for you to very useful. Okay, thank you. Then എങ്ങനെയുണ്ട്? How's your preparation is going on? Please let me know so that ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ കാണുന്നു, പേപ്പർ 2 പഠിക്കുന്നു, പേപ്പർ 1 പഠിക്കുന്നു അല്ലേ? എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്. ഇപ്പോൾ ബേസിക്കലി ഏതൊരു എക്സാമിനെ സംബന്ധിച്ചും എല്ലാ ദിവസങ്ങളും ക്രൂഷ്യൽ തന്നെയാണ് കേട്ടോ, എല്ലാ ദിവസങ്ങളും ക്രൂഷ്യൽ തന്നെയാണ്. പക്ഷേ അവസാനത്തെ ഒരു 10-30 ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും എന്നോട് എയ്ഫറേറ്റ്സും അല്ലാത്തവരൊക്കെ ഈ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ പറയുന്ന ഏറ്റവും വലിയൊരു ആസ്പെക്റ്റ് ആണ് റിമെമ്പർ ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് അല്ലേ? ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ദ ഫസ്റ്റ് ലേണിംഗ് നെവർ കൗണ്ട്സ്. നമ്മൾ ഫസ്റ്റ് ലേൺ ചെയ്തത് നമുക്ക് കംപ്ലീറ്റ് ഒരിക്കലും പരീക്ഷയ്ക്ക് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് ലേൺ ചെയ്തത് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അതാണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി അപ്പം നമുക്ക് പരമാവധി നമുക്ക് കൂടുതൽ റിവൈഷൻ ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ റിവിഷൻ പഠിച്ചത് വീണ്ടും വായിച്ചു നോക്കേണ്ട ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് നമ്മളുള്ളത്. ഓക്കെ, ആ റിവിഷൻ പഠിച്ചത് ഏറ്റവും നന്നായിട്ട് റിവൈസ് ചെയ്യേണ്ട, പഠിച്ചത് വീണ്ടും നോക്കേണ്ട ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഓക്കെ, കുറച്ച് ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ ദിവസങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചത് വീണ്ടും പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്കാണ്. സോ ബേസിക്കലി എത്ര ആളുകൾ റിവിഷനൊക്കെ തുടങ്ങി? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയാം. എന്തായി, റിവിഷനൊക്കെ തുടങ്ങിയോ? എത്ര ആളുകൾ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. റിവിഷൻ തുടങ്ങിയ ആളുകളുണ്ട്. എത്ര ആളുകൾ പഠിച്ച് തീരാത്തതുണ്ട്? റിവിഷൻ പോട്ടെ, പഠിച്ചു തന്നെ തീർന്നിട്ടില്ല. ഇപ്പൊ പഠിച്ച് തീർന്നിട്ട് വേണം റിവിഷൻ ചെയ്യാൻ. ഓക്കെ, പഠിക്കുക എന്നുള്ളതാണ് ആദ്യം എന്നുള്ള ആൾക്കാർ എത്ര ഉണ്ട്? പ്രസന്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. പഠിച്ചു തീരുന്നില്ല. പഠിച്ചു തീരുമെന്ന് ഉറപ്പന്നല്ല അല്ലേ? റിവിഷൻ പോയിട്ട് പഠിച്ചു തീരുമോ എന്ന് തന്നെ ഉറപ്പില്ല. ഓക്കെ, എന്നുള്ള ആസ്പെക്റ്റിലേക്കാണുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് പഠിച്ച് നമുക്ക് മുമ്പ് പഠിച്ചു തീർക്കാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് വാട്ട് വി ക്യാൻ സേ നമുക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരുപാട് നമുക്ക് വീണ്ടും നോക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ റിവിഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ളൊരു കൺഫ്യൂഷൻ ഏത് റിവൈസ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ആസ് ഓഫ് നൗ പ്രത്യേകിച്ച് പഠിച്ചു തീർന്നിട്ടില്ല. ഓക്കെ, പഠിച്ച് ഓൾറെഡി തീരാത്തത് കൊണ്ട് എങ്ങനെയാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ സ്വപ്നത്തിലുള്ള റിവിഷൻ ഉണ്ട്. എന്താണ് സ്വപ്നത്തിലുള്ള റിവിഷൻ? ഞാൻ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് വരെ പഠിച്ച് തീരും അല്ലേ? ആ പഠിച്ചു തീർന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, പഠിച്ചു തീർന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് തൊട്ടിട്ട് അവസാനം വരെ വീണ്ടും വായിച്ചു നോക്കും. അങ്ങനെ ഞാൻ റിവൈസ് ചെയ്യും. ഇങ്ങനെ റിവിഷൻ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടോ? ഇങ്ങനെ റിവിഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന? ഓക്കെ, എനിബഡി? യെസ് അല്ലേ? ഉണ്ടാവും. നടക്കാത്ത സ്വപ്നം അല്ലേ?
ആഗ്രഹമുണ്ട്, ഓക്കെ, അങ്ങനെ ചെയ്താൽ നന്നാവുന്ന ഒരു അഭിപ്രായമൊക്കെ ഉണ്ട്, ഓക്കെ, പക്ഷെ നടക്കുന്നില്ല, നടക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. പക്ഷെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു റിവിഷൻ നടക്കില്ല. അങ്ങനെ റിവിഷൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഏത് എ മുതൽ സെഡ് വരെ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി വായിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഏത് സിലബസിലും സിലബസിന്റെ ബേസിക് ടോപ്പിക് പറയാം എന്നുള്ളതിനപ്പുറത്തേക്ക് എ ടു സെഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടോപ്പിക്കുകൾ ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് നമുക്ക് എ ടു സെഡ് വരെ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ സാധനം. രണ്ടാമത്തെ ഒരു സാധനം, കാരണം അഥവാ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് തോന്നുമ്പോഴേക്കും ഒരു തലക്കലിൽ നിന്ന് നമ്മളിങ്ങനെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ, നമ്മളിങ്ങനെ മറക്കുന്നുണ്ടാവും. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ആസ്പെക്ട്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, ഓക്കെ, രണ്ടാമത്തെ ഒരു ക്രൂഷ്യൽ ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, റിവിഷൻ എന്ന് പറയുന്നത് പഠനവും ആരൊക്കെയാ പറഞ്ഞ പോലെ ഒരുമിച്ച് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതായത് നിങ്ങൾ കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതുണ്ടാവും, ആ പഠിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടി വായിക്കുന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടി പഠിക്കുന്നു. ഇതായിരിക്കണം റിവിഷൻ. ഇങ്ങനെ റിവിഷനെ നടക്കുള്ളൂ. അല്ലാതെ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് നിന്ന് അവസാനം വരെ പഠിച്ചിട്ട് പിന്നെ ഫസ്റ്റ് നിന്ന് അവസാനം വരെ പഠിച്ചിട്ട് എന്ന് പറഞ്ഞ റിവിഷൻ ഒരിക്കലും നടക്കില്ല. ഓക്കെ, അത്തരത്തിലുള്ള റിവിഷൻ ഈ എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും നടത്താൻ കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അടുത്ത പ്രശ്നം ഉണ്ടാവുക എന്താണെന്ന് ചോദിച്ചാൽ, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് റിവൈസ് ചെയ്യേണ്ടത്? അതായത് കംപ്ലീറ്റ് ടോപ്പിക്ക് എ ടു സെഡ് വരെ പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റ് ഇല്ല, റിവൈസ് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റും ഇല്ല. പഠിച്ചതന്നെ തീരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് റിവൈസ് ചെയ്യുക എന്നുള്ളതും പോസിബിൾ അല്ല. ഇത് രണ്ടും പോസിബിൾ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ പ്രയോറിറ്റി വെച്ചിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അത് എത്രത്തോളം പറ്റുമോ അത്രത്തോളം റിവൈസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ പറയാൻ പറ്റുക? സോ UGC എക്സാമിന് ബേസിക്കലി നമുക്കൊരു സിലബസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, UGC ഒരു സിലബസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ റിലീസ് ചെയ്ത് സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാം നടത്തുന്നുണ്ട്. ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സാമുകൾ നടത്തി ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ എക്സാമുകളിലായിട്ട് ചോദിച്ച പ്രധാനപ്പെട്ട ഏരിയാസ് വെച്ചിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുന്നു, അത് വീണ്ടും വായിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾ വീണ്ടും വായിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാത്ത ഏരിയാസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഏരിയാസ്, ആ ഏരിയാസ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തതിന് ശേഷം ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പഠിക്കുക, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് പ്രിപ്പറേഷൻ ഈസ് ഓൾ അബൌട്ട്. ദിസ് ഷുഡ് ബി ദ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറേ പഠിച്ച ആളുകളുണ്ട്, വീണ്ടും പഠിച്ച ആളുകളുണ്ട്. നമ്മൾ ആരായാലും നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യാൻ പോകുന്നു? നമ്മൾ പരമാവധി PYQ ചെയ്യാൻ പോകുന്നു. PYQയിൽ നിന്ന് നമുക്ക് ടഫായിട്ടുള്ള, നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണോ ആ ഏരിയാസ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. ക്ലിയർ? ഇനി ആ ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ബ്ലൂ പ്രിന്റ് എന്നുള്ള ഏരിയാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് UGC നെറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് പറയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നമ്മൾ പറയും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ ഷിഫ്റ്റിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാ ടോപ്പിക്കുകളുടെയും ക്വസ്റ്റ്യൻസ് നമ്മൾ അസസ് ചെയ്യും. നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ആ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. പേപ്പർ 1 ഏതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് തീരുമാനിക്കുക. കഴിഞ്ഞ എക്സാമിന് അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 എക്സാമിന് ഡിഫറെൻറ്റ് ഷിഫ്റ്റുകൾ ചോദിച്ച ഏരിയാസ് ഫോക്കസ്, അത്രേ ഉള്ളൂ. അല്ലാതെ ബൈ നേച്ചർ ഇതാണ് ഇമ്പോർട്ടൻ്റ്, ബൈ നേച്ചർ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ടാവില്ല. ഒരു ആസ്പെക്ട് ഉണ്ടാവില്ല. സോ അതാണ് ബേസിക്കലി ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അപ്പം ഞാൻ പറയുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് മാക്സിമം നോക്കിയിട്ട് അതിൻ്റെ ഏരിയാസ്. അപ്പോൾ നമ്മൾ എയ്ഫറിൽ നമ്മൾ എങ്ങനെ ചെയ്യാറെന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഏരിയാസിൽ നമ്മൾ കൂടുതൽ
നമ്മൾ പഠിക്കും, ആ ടോപ്പിക്കുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എയ്ഫർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും നമ്മളിങ്ങനെ എക്സാമിന് മുമ്പത്തെ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈ നേച്ചർ ഇന്ന ടോപ്പിക്കാണ് ഈസി എന്നുള്ളൊരു ആസ്പെക്റ്റ് ഇല്ല. ഓക്കെ, ബൈ നേച്ചർ ഇന്ന ടോപ്പിക്കാണ് ഈസി എന്നുള്ളൊരു ആസ്പെക്റ്റ് ഇല്ല. മറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്, ഇന്ന പരീക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യനുകളുടെ നമ്പർ നമുക്ക് വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നമ്മൾ ആൻസറുകൾ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, ആൻസറുകൾ അറ്റൻഡ് ചെയ്യുക അല്ലേ. സോ ദിസ് വിൽ ബി ദ. അപ്പോൾ നമുക്ക് നോക്കാം ബ്ലൂ പ്രിന്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ വന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള പേപ്പർ 1 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇവിടെയും അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക പേപ്പർ 1 ഓക്കെ. പേപ്പർ 2-നേക്കാളേറെ ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക പേപ്പർ 1 ഓക്കെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പേപ്പർ 1 നമുക്ക് കഴിഞ്ഞൊരു എക്സാമിന് പേപ്പർ 1 ഏകദേശം 16 ഷിഫ്റ്റ് ഉണ്ട്. 16 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, 16 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം വി ഹാവ് വാട്ട് വി ക്യാൻ സേ 80 ക്വസ്റ്റ്യൻ 16 ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 16 × 50 എന്ന് പറയുമ്പോൾ അറൗണ്ട് 800 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 800 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമുക്ക് പേപ്പർ 1 ഓക്കെ 800 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 800 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേപ്പർ 1 80 സംഭവങ്ങളാണുള്ളത്. 800 ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്ക് പേപ്പർ 1 10 ടോപ്പിക്കിൽ 80 ക്വസ്റ്റ്യൻ, മാത്സിൽ 80, ഡാറ്റയിൽ 80, ഇങ്ങനെയാണ് നമുക്കുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പം ഈ പറയപ്പെടുന്ന മാത്സിൽ നിന്നുള്ള 80 ക്വസ്റ്റ്യൻ, ലോജിക്കൽ ലിസ്റ്റിൽ 80 ക്വസ്റ്റ്യൻ നിന്ന് കുറേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പേപ്പർ 2 നമുക്ക് അത്ര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സിംഗിൾ എക്സാമിനെ കണ്ടിട്ട്. കാരണം പേപ്പർ 2 ഒരു ഷിഫ്റ്റ് ഉണ്ടാവുള്ളൂ നോർമലി. അപ്പോൾ ഒരു ഷിഫ്റ്റിൽ 1000 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 100 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ 100 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് മൊത്തം ട്രെൻഡ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പേപ്പർ 1 നമുക്ക് 800 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ ഒന്നുകൂടി പറ്റും. അപ്പോൾ ബ്ലൂ പ്രിന്റ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റുക പേപ്പർ 1 ബട്ട് പേപ്പർ 2 ഓൾസോ വിൽ വർക്ക് ബ്ലൂ പ്രിന്റ് പ്രൊവൈഡഡ്. പേപ്പർ 2 പിന്നെ ഒരു സുഖം എന്താണെന്ന് ചോദിച്ചാൽ കമ്പയർ ടു ബ്ലൂ പ്രിന്റിന് സിഗ്നിഫിക്കൻസ് വരുന്നത് പേപ്പർ 1 ഏരിയ ഭയങ്കര വാസ്റ്റ് ആയിരിക്കും, പേപ്പർ 2 അത്ര വാസ്റ്റ് ആവില്ല. ഇൻഡെപ്തിലേക്ക് ഉണ്ടാവും, പക്ഷേ ബ്ലൂ പ്രിന്റ് നമുക്കൊരു ഐഡിയ തരും ഏത് ഏരിയയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പർ 1 ബ്ലൂ പ്രിന്റ് ലേറ്റസ്റ്റ് എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങൾ നമ്മൾ പേപ്പർ 2 ഓക്കെ ബ്ലൂ പ്രിന്റുകളും പേപ്പർ 2 ആസ്പെക്റ്റുകളും എയ്ഫർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് മീ ടേക്ക് ദ ബ്ലൂ പ്രിന്റ്. ഇതുവരെ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളോ ക്ലാരിറ്റി ആവശ്യമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഐ വിൽ ജസ്റ്റ് ഷോ ദ ഞാനേ എല്ലാ ടോപ്പിക്കുകൾ കൂടുതലായിട്ട് ഏരിയാസ് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. 10 ടോപ്പിക്കിലെയും പ്രധാനപ്പെട്ട 10 ടോപ്പിക്കുകളിലെയും. അപ്പം അതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടായിരിക്കും പോട്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ഓക്കെ, സമയമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അപ്പം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത് എവിടെ നിന്നാണ് ഈ ലിസ്റ്റുകൾ കിട്ടുന്നത് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പർ 1 16 ഷിഫ്റ്റിലുള്ള 800-ലധികം ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 800 ക്വസ്റ്റ്യൻസ് കറക്റ്റ് പറയാം അല്ലേ, 800 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ബ്ലൂ പ്രിന്റ് കിട്ടുന്നത്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കഴിഞ്ഞ എക്സാമിനൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ICT ബേസ്ഡ് ടീച്ചിങ് സിസ്റ്റംസ് ആണ്. ഓക്കെ, ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സിസ്റ്റംസ്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഉള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റംസ് ആണ്. ഈ ഫോമാറ്റീവ്, സമ്മേറ്റീവ്, ഓക്കെ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവാലുവേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ലേണിംഗ് മെത്തേഡ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് മെത്തേഡ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ്ങിന് സഹായിക്കുന്ന ഇറ്റ് മേ ബി പ്രൊജക്ടർ, ഇറ്റ് മേ ബി സം അതർ സിസ്റ്റം. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ്ങിന് സഹായിക്കുന്ന സിസ്റ്റത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് അല്ലേ, നമ്മൾ മെമ്മറി ലെവൽ, ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്നൊക്കെ, റിഫ്ലക്റ്റീവ് ലെവൽ എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ സ്വയം ക്വാഡ്രൻസ്, ഓക്കെ സ്വയത്തിൻ്റെ 4 ഡിഫറെൻറ്റ് ക്വാഡ്രൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്വയം പ്രഭയ്ക്ക് ഒരുപാട് ചാനലുകളുണ്ട്. ഓക്കെ, സ്വയം പ്രഭയ്ക്ക്
ഒരുപാട് ചാനലുകളുണ്ട്. ഓക്കെ, സ്വയംപ്രഭയ്ക്ക് ഒരുപാട് ചാനലുകളുണ്ട്. അതിനെയാണ് നമ്മൾ സ്വയംപ്രഭ ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വയംപ്രഭയ്ക്ക് ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്വയംപ്രഭ ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വയംപ്രഭ ചാനൽസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ സ്വയംപ്രഭ ചാനൽ, അതായത് അതിൽ ചോദിക്കുന്നത് വെച്ചാൽ ഒന്നാമത്തെ ചാനലിന്റെ പേരെന്താ, രണ്ടാമത്തെ ചാനലിന്റെ പേരെന്താ, മൂന്നാമത്തെ, അത് പേരെന്താന്നുള്ളതിനേക്കാളേറെ കൂടുതൽ ചോദിക്കാറുള്ളത്, അപൂർവമായിട്ട് പേരെന്താ ചോദിക്കാറുണ്ട്, മറിച്ച് ആ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ചാനൽ 4, ചാനൽ 6, ചാനൽ 8, ചാനൽ 10 അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ പേരുകൾ ഉണ്ടാവും. ആ പേരുകൾ വെച്ചിട്ട് ഒരു മാച്ചിങ് ആസ്പെക്റ്റിലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. സോ വി ഹാവ് സ്വയംപ്രഭ. ഓക്കെ, സ്വയംപ്രഭ, അതിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാനലുകൾ, അതുപോലെ തന്നെ സ്വയത്തിന്റെ 4 ക്വാഡ്രൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറീസ്. ഓക്കെ, ബിഹേവിയറൽ തിയറീസ് ആവാം, കൊഗ്നിറ്റീവ് തിയറീസ് ആവാം, ഓക്കെ, ജസ്റ്റാൾ തിയറീസ് ആവാം, ഹ്യൂമനിസ്റ്റിക് തിയറീസ് ആവാം. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ടല്ലോ. ലേണിംഗ് തിയറീസ് നമ്മളിങ്ങനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ഒപ്പറൻ കണ്ടീഷനിങ് ഇങ്ങനെ കഴിഞ്ഞു. ഓക്കെ, അടുത്ത സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ട് വി ക്യാൻ സേ പിയാഷയുടെ കണ്ടിഗ്യൂറ്റി തിയറി വരുന്നു. അതിനുശേഷം നമ്മൾ കൊഗ്നിറ്റീവിലേക്ക് വരുന്നു. കൊഗ്നിറ്റീവിലേക്ക് നമ്മൾ പിയാഷയുടെ തിയറി വരുന്നു. അത് പിന്നെ നമുക്ക് സ്കീമ, ഓക്കെ, വി ഹാവ് അക്കമഡേഷൻ, അഡാപ്റ്റേഷൻ. ഓക്കെ, അക്കമഡേഷൻ്റെ ഭാഗമായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് അക്കമഡേഷൻ, അസിമിലേഷൻ, ഓർഗനൈസേഷൻ, ഇക്വിലിബ്രിയം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറീസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ വി ഹാവ് ഡിഫറെൻറ്റ് ലേണേഴ്സ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, ലേണേഴ്സ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ വി ഹാവ് അസസ്മെന്റ് മെത്തേഡ്സ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡ്സ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് ടീച്ചിങ്ങിൽ റീസെൻ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ എക്സാം, 25 ജനുവരിയിലും ഇതിലുമാണ് അത് നടന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ദെൻ കമ്മിങ് ടു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ടൈപ്സ് ഓഫ് റിസർച്ച്, പ്രോസസ്സുകൾ, സ്റ്റെപ്പുകൾ, റിസർച്ച് ഫിലോസഫി എന്നുള്ള കോൺസെപ്റ്റ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് എറേഴ്സ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ ചോദിച്ചിട്ടുണ്ട്. റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പ്ലാഗിയാരിസത്തിൻ്റെ ഡിഫറെൻറ്റ് ലെവലുകൾ ഉണ്ടല്ലോ, 10%, 40%, 60%, ഈ ലെവലുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെയിൽസ് ചോദിച്ചിട്ടുണ്ട്. സ്കെയിൽസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ദ നോമിനൽ സ്കെയിൽ, ദ ഓർഡിനൽ സ്കെയിൽ, ദ റേഷ്യോ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്കെയിൽസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്കെയിൽസിലെ ഡിഫറൻസുകൾ ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് സ്കെയിൽസ് തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് APA, MLA പോലെയുള്ള റഫറിങ് സ്റ്റൈലുകളെ കുറിച്ച്, അതായത് ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ആസ് പെർ APA കറക്റ്റ് എന്നൊക്കെ ചോദിക്കുന്ന ആസ്പെക്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. റിസർച്ച് എത്തിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് എത്തിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് തിയറീസ് ആൻഡ് ഡെഫിനിഷൻസ് ഇൻ റിസർച്ച്. ഓക്കെ, ഇതോടൊപ്പം തന്നെ വി ഹാവ് തിയറീസ് ആൻഡ് ഡെഫിനിഷൻസ് ഇൻ യൂറോപ്പ്. ഓക്കെ, ഇൻ റിസർച്ച്. ഓക്കെ, റിസർച്ചിൽ വരുന്ന തിയറികൾ, ഡെഫിനിഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റുകൾ ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇത്രയാണ് ബേസിക്കലി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം നമ്മൾ അസസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. ദെൻ കമ്മിങ് ടു ദ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട്. കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് വി ഹാവ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പുകൾ ചോദിച്ചിട്ടുണ്ട്. മീഡിയ എത്തിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് വി ഹാവ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് ഡിജിറ്റൽ മീഡിയയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് തിയറീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി, ഫേമസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ, അതിൻ്റെ ഓതേഴ്സ് ചോദിച്ചിട്ടുണ്ട്. മെറ്റാകോഗ്നിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. കമ്പണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കമ്പണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഇതെല്ലാം ഓക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ബേസിക്കലി. അപ്പോൾ ഇതൊക്കെ ഈ ഏരിയ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക ഈ ഏരിയകൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഏരിയകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, ഈ ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ട് കൂടുതലായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പേപ്പർ 1ൻ്റെ എന്താ പറയുക, പേപ്പർ 2ൻ്റെ ബ്ലൂ പ്രിൻറ്റുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ പേപ്പർ 2ൻ്റെ വെബിനാറുകൾ നടക്കുന്നുണ്ട്. ബ്ലൂ പ്രിൻറ്റ് ഡിസ്കഷന് നിങ്ങളെ ഗ്രൂപ്പിൽ, പേപ്പർ 1 ഗ്രൂപ്പിലാണെങ്കിലും ഇഫണ്ടിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ, സബ്ജക്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടും കേട്ടോ. അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, തരുന്നതായിരിക്കും.
നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ സൂമിലോ വീഡിയോയുടെ നമ്മൾ കമൻറ്റിലും വിടാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ 3 ടോപ്പിക്കിൽ നിന്നുള്ളത്. ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ്. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്. What happened to this? Why this? This way. Just a minute. What is this cross window? ഇനി നമുക്ക് നോക്കാനുള്ളത് ആദ്യത്തെ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോജിക്കൽ റീസണിംഗ് ആണ്. ഓക്കെ, ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് ഇയർ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലെറ്റ് മീ സ്ലൈഡ് ക്ലിയർ ആണെന്നൊന്ന് പറയോ? ലോജിക്കൽ റീസണിംഗ് ക്ലിയർ ആണല്ലേ? സോ വി ഹാവ് ലോജിക്കൽ റീസണിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത് ഇത്ര ടോപ്പിക്കിൽ ഇതാണ് വരുന്നത്. ഇന്ത്യൻ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ അനലൈസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇന്ത്യൻ ഫിലോസഫി ഇന്ത്യൻ ലോജിക് അല്ല, ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ 6 ഡിഫറെൻറ്റ് പ്രമാണാസ് പഠിക്കും അല്ലേ? ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ 6 ഡിഫറെൻറ്റ് പ്രമാണാസ് പഠിക്കും. ഈ പ്രമാണാസിൻ്റെ ഈ പ്രമാണാസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ബിലീഫ് സിസ്റ്റംസിനാണ് നമ്മൾ ഫിലോസഫീസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സിസ്റ്റത്തിനാണ് നമ്മൾ ഫിലോസഫീസ് എന്ന് പറയുന്നത്. ആ ഫിലോസഫീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഫിലോസഫീസിനെ കുറിച്ച് വി ഹാവ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയാം, ചാർവാക ഫിലോസഫി പ്രത്യക്ഷ പ്രമാണം മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. വൈശേഷിക ഫിലോസഫി പ്രത്യക്ഷയും അനുമാനയുമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ബുദ്ധിസം പ്രത്യക്ഷയും അനുമാനയുമാണ്, അല്ലെങ്കിൽ സംഖ്യയോഗ വേദാന്ത പ്രത്യക്ഷയും അനുമാനയും ശബ്ദയുമാണ്. പിന്നെ ജൈനിസം പ്രത്യക്ഷ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലോസഫീസ്, ഈ ഓരോരോ ഫിലോസഫീസും അക്സെപ്റ്റ് ചെയ്യുന്ന പ്രമാണങ്ങൾ, ഈ ഓരോരോ ഫിലോസഫീസും അക്സെപ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രമാണങ്ങൾ എന്നുള്ളതും ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് ഈ ഓരോരോ ഫിലോസഫീസും അക്സെപ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രമാണങ്ങൾ. അപ്പോൾ അതാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാലസീസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഫാലസീസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഓഫ് റീസണിങ്. അപ്പീൽ ടു പ്രോബബിലിറ്റി, ആർഗ്യുമെന്റം ആഡ് ഹോമിനം, പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക്, കം ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ വി ഹാവ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ട് ശരിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റീസെന്റ് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡ് ആണ്. അപ്പോൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡിൽ തന്നെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ ക്വസ്റ്റ്യൻസ് ഡിറ്റർമൈൻ ആൻഡ് അൺഡിറ്റർമൈൻ കോൺസെപ്റ്റിൽ ചോദിക്കാറുണ്ട്. ഡിറ്റർമൈൻ ആൻഡ് അൺഡിറ്റർമൈൻ കോൺസെപ്റ്റിൽ, അതുപോലെ തന്നെ ലോജിക്കൽ ഇക്വാലൻസി എന്നുള്ള കോൺസെപ്റ്റിൽ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വി ഹാവ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫാൾസിറ്റി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ ചോദിക്കാറുണ്ട്. ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫാൾസിറ്റി എന്നൊക്കെ പറയുന്ന, അതായത് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ആണ് ബേസിക്കലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. So next we will be having what we can say types of definition. അത് കഴിഞ്ഞ കുറച്ച് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ട് റീസെൻ്റ്ലി എക്സാമിന് ചോദിക്കൽ നിർത്തിയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, മുമ്പ് എക്സാമിന് ചോദിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എക്സാമിന് അത് ചോദിച്ചിട്ടില്ല. ലെക്സിക്കൽ ഡെഫിനിഷൻ, സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. ലെക്സിക്കൽ, സ്റ്റിപ്പുലേറ്റീവ്, പ്രിസൈസ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിന്, അതിന് മുമ്പ് അത് ചോദിക്കാറുണ്ടായിരുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിന് അത് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അത് പഠിക്കണം. അത് ഇവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ PYQ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങളിത് പഠിക്കില്ല. വളരെ ഈസിയാണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിക്കാനുള്ള സംഭവമേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് പഠിക്കാനുള്ള സംഭവമേ ഉള്ളൂ. ബട്ട് ദേ ഹാവ് ആസ്ക്ഡ് റിഗാർഡിംഗ് ദാറ്റ്. Then we have types of, then we have ഹെത്വ ഭാഷ, ടൈംസ് ആൻഡ് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഹെത്വ ഭാഷ, അതിൽ സവ്യാഭിചാര ഓർ അനൈഖാന്തിക. ദെൻ വി ഹാവ് സവ്യാഭിചാര ഡിവൈഡ് ചെയ്തിട്ടുള്ള സാധാരണ, അസാധാരണ, അനുപസംഹാരി, പിന്നെ വിരുദ്ധ. അത് കഴിഞ്ഞിട്ട് വി ഹാവ് സദ്പ്രതിപക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വി ഹാവ് അസിദ്ധ. അസിദ്ധ ഡിവൈഡ് ചെയ്തിട്ടുള്ള വ്യാപ്തസിദ്ധ, സ്വരൂപ് സിദ്ധ, ആശ്രയസിദ്ധ. ദെൻ വി ഹാവ് ബാധിത. ഓക്കെ, ഇങ്ങനെയുള്ള വാട്ട് വി ക്യാൻ സേ ഡിഫറെന്റ് സെറ്റ് ഓഫ് വാട്ട് വി ക്യാൻ സേ ഹെത്വ ഭാഷയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അവർ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ആ ഹെത്വ ഭാഷയുടെ എക്സാമ്പിൾ. സാധാരണയുടെ എക്സാമ്പിൾ ഏതാണ്, അസാധാരണയുടെ എക്സാമ്പിൾ എന്താണ്, അനുപസംഹാരിയുടെ എക്സാമ്പിൾ ഏതാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ദെൻ വി ഹാവ് മൂഡ് ആൻഡ് ഫിഗർ. ഓക്കെ, വി ഹാവ് മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, വി ഹാവ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ്, ലോജിക്കൽ ഇക്വിവാലൻസ്. ലോജിക്കൽ ഇക്വിവാലൻസ് സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അത് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് റീസെന്റ് ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള. അതേസമയം നമ്മൾ സിലബസിൽ തന്നെയുള്ള ഒരു ആസ്പെക്റ്റാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇപ്രാവശ്യം എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് എക്സാമിന് ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഇത് എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് വെച്ചാൽ, എക്സാമിന് നമുക്ക് വളരെ കുറച്ച് 30 ദിവസം 35 ദിവസം ആകുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിതൊരു 6 മാസം മുമ്പ്, ഒരു കൊല്ലം മുമ്പ് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ സമയം ഉണ്ടാകുന്ന സമയത്തെല്ലാം നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നെക്സ്റ്റ് വി ഹാവ് മാത്തമെറ്റിക്കൽ റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. മാത്തമെറ്റിക്കൽ റീസണിങ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് വി ഹാവ്, എല്ലാ പ്രാവശ്യവും കൂടുതലായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത സാധാരണ UGC നെറ്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു പാറ്റേണിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും. അതായത് നമ്പർ സീരീസ്, കോഡിങ് ആൻഡ് ഡീകോഡിങ്, ലെറ്റർ സീരീസ് പോലെയുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് വി ഹാവ് ദ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ, ഓക്കെ, വി ഹാവ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ വാക്ക് ആൻഡ് ടൈം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ വാക്ക് ആൻഡ് ടൈം ചോദിച്ചു. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കുക, ഈ ഡയറക്റ്റ് ആയിട്ട് വാക്ക് ആൻഡ് ടൈം എന്നുള്ളത് നമ്മളെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. മാത്തമെറ്റിക്കൽ റീസണിങ്ങിന്റെ സിലബസിൽ വാക്ക് ആൻഡ് ടൈം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റൂല എന്നൊക്കെ പറയാം, പക്ഷേ സിലബസിൽ എറ്റ്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്, മുതലായവ എന്ന് പറയുന്ന പോലെ. അപ്പൊ അതിൽ അവർക്ക് എന്ത് ഉൾപ്പെടുത്താം എന്നുള്ളതാണല്ലോ, എന്നൊക്കെ അവർക്ക് അതും എന്തും ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഇറ്റ്. വി ഹാവ്, ഓക്കെ, ദെൻ വി ഹാവ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. റേഷ്യോയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡിഫറൻസ് റിലേറ്റഡ്. ഇത്രയാണ് നമ്മൾ മാത്സിൽ നമ്മൾ കൂടുതലായിട്ട് ഓക്കെ ചോദിച്ചിട്ടുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? മാത്സിനെ കുറിച്ച് ഏകദേശം ക്ലിയർ ആണോ? യാ, സോ വി ഹാവ്, ഇത്രയാണ്. ഓക്കെ, ഇത്രയാണ് ടോപ്പിക്കുകൾ വരുന്നത്. യാ, മാത്സ് കുറച്ച് വൈഡ് സ്പ്രെഡ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാത്തത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് അധികം ആവറേജ് ചോദിച്ചിട്ടില്ല. ഓക്കെ, ആവറേജ് ചോദിച്ചിട്ടില്ല. പിന്നെ സിലബസിലുള്ളെങ്കിലും സാധാരണ ചോദിക്കുന്ന ഏജ് റിലേറ്റഡ് അത്രയ്ക്ക് ചോദിച്ചിട്ടില്ല. റിലേഷൻഷിപ്പ് ബേസ്ഡ് അത്രയ്ക്ക് ചോദിച്ചിട്ടില്ല. ഡയറക്ഷൻ ബേസ്ഡ് അധികം ചോദിച്ചിട്ടില്ല. ഇങ്ങനെ സാധാരണ ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾ ചോദിച്ചിട്ടില്ല, പക്ഷെ പ്രധാനപ്പെട്ടതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ടതൊക്കെ പലതും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. Then moving to the 6 topics. Sixth one, we have ICT. Okay, we have ICT as a 6th topic. Okay, ICT as a 6th topic. We have generation of computers. മുമ്പേ ഉള്ളതാണ്,
സത്യം പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പണ്ട് തൊട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതാണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അത് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെ ചില വളരെ വളരെ വാട്ട് വി കൻ സേ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് ഡിഫറെന്റ് കൺവേർഷൻസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പർ കൺവേർഷൻസ് ഉണ്ട്, ബൈനറി കൺവേർഷൻസ്, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ഓക്കെ, സോ ബൈനറി ടു ഡെസിമൽ നമ്പർ, ഡെസിമൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ ആൻഡ് നമ്പർ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് സെറ്റ് ഓഫ് വാട്ട് വി കൻ സേ കൺവേർഷൻസ്. ഓക്കെ, കൺവേർഷൻസ് ഓർ അതായത് നമ്പറുകൾ ഇങ്ങനെ മാറ്റുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് കരുതുന്നു. 11001 ഇത് ഏതാണ് ശരിക്കുള്ള നമ്പർ? 85 എന്ന് പറയുകയാണെങ്കിൽ 95 എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഇതാണ് കൺവേർഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് കൺവേർഷൻസ് ഓക്കെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ICT അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് ഇന്റർനെറ്റിന്റെ ബേസിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, കൺവേർഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, സൈബർ സ്പേസ് ആൻഡ് സൈബർ ക്രൈമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, മെമ്മറി സ്റ്റോറേജ് ഹൈറാർക്കി ഉണ്ടല്ലോ, ഓക്കെ, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് എമർജിംഗ് ടെക്നോളജീസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എമർജിംഗ് ടെക്നോളജീസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ചോദിച്ചിട്ടുണ്ട്. വി ഹാവ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് മൂക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് മാൽവെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് ഓപ്പൺ സോഴ്സ്, സൈബർ സ്പേസ്, എമർജിംഗ്, മെമ്മറി, കമ്പ്യൂട്ടർ, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്, മൂക്സ്, മാൽവെയർ, ഇത്ര കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ദെൻ വി ഹാവ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. We have higher education. Okay, higher education aspect. Okay, higher education aspect we have new education policy. Okay, higher education aspect new education policy NEP 2020 കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷനിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവാണ്, ബട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. തക്ഷശില, നളന്ദ, വടാബി അല്ലെങ്കിൽ നമ്മളെ മിഥില, ഓക്കെ, സോമപുര, ഇങ്ങനെയുള്ളതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാണക്യൻ, പാനിനി, ഇവർ പഠിച്ച യൂണിവേഴ്സിറ്റികളുടെ ലെവലിൽ മാത്ത് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബുദ്ധിസം, ഹിന്ദുസം ആസ്പെക്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എവിടെയാണ് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള ആസ്പെക്റ്റിലേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഏൻഷ്യൻ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ഓക്കെ, മുതലിയാർ കമ്മീഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 6886 2020, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കമ്മിറ്റീസും ചോദിച്ചിട്ടുണ്ട്. യശ്പാൽ കമ്മിറ്റി, ഓക്കെ, ഹുമയൂൺ കബീർ കമ്മിറ്റി, ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ, എയ്ഡഡ്, സ്റ്റേറ്റ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഇതിൻ്റെ ഡിഫറൻസ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട്. 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ബേസിക്കലി വി ഹാവ് സത്യം പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആണ്. NDA ഗവൺമെൻറ് 2014 തന്നതിന് ശേഷം തന്നെ 5 ഇയർ പ്ലാൻ ഒക്കെ നിർത്തിയിട്ട് നീതി ആയോഗ് എന്നുള്ള രീതിയിലാണ് പ്ലാനിങ് നടക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇത്രാമത്തെ പ്ലാനിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, ഏത് പ്ലാനിലാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. NIRF, UG, CICT പോലെയുള്ള റെഗുലേറ്ററി ബോഡീസ്, കുറേ മാത്ത് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ടോ. AICTE, ഓക്കെ, NMC, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് BCI, ഇങ്ങനെ കുറേ മാത്ത് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചു. ഒരുപാട് അത്ര ഫേമസ് അല്ല, അറ്റ്ലീസ്റ്റ് ഞാനൊന്നും കേൾക്കാത്ത പല യൂണിവേഴ്സിറ്റികളുടെ ഇങ്ങനെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ ഇനീഷ്യേറ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. യന്ത്ര, ശോധ് സിന്ധു, സ്വയം പോലെയുള്ള ആസ്പെക്റ്റുകൾ. സോ ഇത്രയാണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ വി ഹാവ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, അടുത്തായിട്ട് നമുക്കുള്ളതാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻ ആൻഡ് പ്രോട്ടോകോൾസ്. നമുക്കറിയാലോ, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി കാട്ടാക്കൻ ആൻഡ് നഗോയ, യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ, ഓക്കെ, മോൺട്രിയൽ കൺവെൻഷൻ, വിയന്ന കൺവെൻഷന്റെ ഭാഗമായി മോൺട്രിയൽ പ്രോട്ടോകോൾ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ്
കൺവെൻഷനെ കുറിച്ച്, പ്രോട്ടോക്കോളിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഓസോൺ ലെയറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ ആ ഓർഡർ സംഭവങ്ങൾ ചോദിക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസും മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് പൊല്യൂട്ടൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ദർ എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്, ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് ഇഫ് നീഡഡ് വി ക്യാൻ ഗിവ് ഇൻ ഈ ഒരു വെബിനാറിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. പേപ്പർ 2ൻ്റെ വെബിനാറുകളുടെ ലിങ്കും നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽസും. Then let's make it a bit fast. Yeah, we have the last two. Data interpretation. Okay, data interpretation എന്ന് പറയുമ്പോൾ we have കൂടുതലായിട്ട് നോർമലായിട്ട് ചോദിക്കുന്ന ആവറേജ് റിലേറ്റഡ്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആസ്പെക്റ്റുകൾ, റേഷ്യോ റിലേറ്റഡ്, ദെൻ വി ഹാവ് ബേസിക് കാൽക്കുലേഷൻ. ഓക്കെ, റേഷ്യോ റിലേറ്റഡ് ആൻഡ് ദെൻ വി ഹാവ് ദ ബേസിക് കാൽക്കുലേഷൻസ്. ഓക്കെ, ബേസിക് കാൽക്കുലേഷൻസ് ഇത്രയാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ വി ഹാവ് റീഡിങ് കോംപ്രഹെൻഷൻ. സാധാരണ ചോദിക്കുന്നതാണ്, മെയിൻ തീം, സെൻട്രൽ തീം വന്നിട്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ള, ചോദിച്ചിട്ടുള്ള പേപ്പർ 1-ലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്കുകൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പേപ്പർ 2 നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, സോ ബേസിക്കലി ഇതിലൊന്നും ഡൗട്ടില്ല എന്ന് കരുതുന്നു. നമ്മൾ ടോപ്പിക്കിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ടോപ്പിക്കൊക്കെ ഡിഫറെൻറ്റ് വീഡിയോസിലൂടെ നമ്മൾ ഐഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാം. അതുപോലെ തന്നെ നമ്മളെ മാരത്തോൺ പോലെയുള്ള പല ആസ്പെക്റ്റുകളും ഇനി വരുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്നുണ്ട്. അതോടൊപ്പം വി ഹാവ് ദിസ് ഓൾസോ. ഓക്കെ, നമ്മളെ ഈ ഒരു എക്സാമിന് നിങ്ങൾ സ്റ്റിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ, പ്രിപ്പയർ തുടങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ, ദ ലാസ്റ്റ് മിനിറ്റ് ആസ്പെക്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളെ വെക്കേഷൻ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ലൈവ് സെഷൻസും സ്റ്റഡി പ്ലാനുകൾ, എജൂറിയൽസ്. ഓക്കെ, മൊത്തം ടോപ്പിക്കുകൾ എജൂറിയലായിട്ട് കാണുന്ന ആസ്പെക്റ്റുകളിൽ, ഓക്കെ, JRF ക്ലബ്ബ്, ആക്ടിവിറ്റി ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുന്ന നമ്മളെ ബാച്ചിൻ്റെ ബേസിക്കലി അതിൻ്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, പേപ്പർ 1 വെക്കേഷൻ ബാച്ച് മേ ബി വിത്തിൻ 1 or 2 വീക്സ് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ പറയപ്പെടുന്ന ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ഏരിയാസൊക്കെ മൾട്ടിപ്പിൾ ടൈം നമ്മൾ റിവൈസ് ചെയ്യും. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ രാവിലെ JRF ക്ലബ് പോലെയുള്ള ആസ്പെക്റ്റിലേക്കൊക്കെ എല്ലാ ദിവസവും 5 മണിക്ക് തന്നെ നമ്മളെ ഡിസ്കഷനൊക്കെ തുടങ്ങും. അപ്പം നമ്മളെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഐഫറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 323-ലധികം JRFും 2600-ലധികം നെറ്റും 2810-ലധികം PhDയുമാണ് ഐഫറിൻ്റെ റിസൾട്ട്. ഏറ്റവും ലേറ്റസ്റ്റിലും കേരളത്തിലെ 60-ലധികം JRF ആണുള്ളത്. സോ യു ക്യാൻ ബി പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, പാർട്ട് ഓഫ് ഐഫർ. ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നോക്കാം. ഫുൾ ടോപ്പിക് കവർ ആക്കാൻ പറ്റാത്ത ഈ പ്രിന്റിലുള്ള മതി. ആദ്യം നിങ്ങൾ ഇതിൽ വായിക്കുക. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഓരോ ടൈം ഫ്രെയിമിനനുസരിച്ച് നമ്മളത് പറയുന്നത്. 3 മാസം 4 മാസം മുമ്പ് ഞാൻ ഇതൊരിക്കലും പറയില്ല, നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിക്കണം. ഇനിയുള്ള ഒരു മാസം നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്ത് എല്ലാം കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ട് മാക്സിമം കിട്ടും. എല്ലാം കിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ 4 മാസം 5 മാസം മുമ്പ് എല്ലാ ടോപ്പിക്കും പഠിച്ച ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം കിട്ടണത് ഓക്കെ, നമുക്ക് നിർബന്ധമൊന്നുമില്ല. ബട്ട് യു ക്യാൻ കവർ മെജോറിറ്റി ഓഫ് ദ ടോപ്പിക്. ദാറ്റ്സ് ഇറ്റ്. ഡു യു ഹാവ് എനി മോർ ഡൗട്ട്സ്? അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ആ ഒരു അസസ്മെന്റ്. ഇപ്പം നിങ്ങൾക്ക് ഈ ബുക്ക് ഈ ഫ്രീ ആയിട്ട് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഐഫർ ഈ ബുക്കിലൂടെ. ഈ ബുക്കിൻ്റെ ലിങ്കും ഇതിൻ്റെ ഗ്രൂപ്പിലിടാം കേട്ടോ. നമ്മളെ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. യു ക്യാൻ വിസിറ്റ് www.aifer.in എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിപ്പോൾ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾ പഠിച്ചാൽ ഓക്കെ, ക്വസ്റ്റ്യൻ ആസ്പെക്റ്റിൽ ചെയ്യാൻ പറ്റും. കാറ്റഗറൈസ്ഡ് PYQ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ആസ് എ പാർട്ട് ഓഫ് ഐഫറിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലീറ്റ് PYQs കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ. അതായത് ഡാറ്റ മാത്രം, ടീച്ചിങ് മാത്രം, റിസർച്ച് മാത്രം, ആസ്പെക്റ്റിലേക്ക് മാത്രം, ഹയർ എഡ്യൂക്കേഷൻ മാത്രം. പക്ഷെ നമ്മളത് ക്ലാസ്സിൽ വീഡിയോ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അത് ഫർദർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യ മാത്രം, ഓക്കെ, ദെൻ വി ഹാവ് ബ്രിട്ടീഷ് ഇന്ത്യ മാത്രം, ദെൻ വി ഹാവ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ മാത്രം, NEP മാത്രം, ഓക്കെ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്.
എന്നും ലൈവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആസ് ഓഫ് നൗ എന്നും രാവിലെ പേപ്പർ 1-ന്റെ JRF ക്ലബ് എന്നുള്ള രീതിയിലുള്ള ലൈവ് ഉണ്ട്. ഒരു 5 മണി 5:10 തുടങ്ങും, ഒരു 6:15 6:30 വരെ. ഇനി എക്സാം വരെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും. എന്തെങ്കിലും ഫാക്കൽറ്റീസിന് അർജന്റായിട്ട് 1-2 മാറ്റങ്ങൾ ഉണ്ടായാലും ഉണ്ടാവാം. ബട്ട് ദാറ്റ്സ് ആസ്പെക്ട്. ഓക്കെ. പിന്നെ ഈവനിങ്ങിലും ക്ലാസ്സുകൾ വരുന്നുണ്ട്. കണ്ടിന്യൂഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ ചില ഡിസ്കഷൻ 7-8 വരുന്നുണ്ട്. ബട്ട് എല്ലാ ദിവസവും ഇനിയുള്ള ക്ലാസ്സുകളുണ്ട്. നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിലിടാം. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ഫീ ആൻഡ് അതർ ആസ്പെക്ട്. പേപ്പർ 2 മാനേജ്മെന്റ് ഉണ്ട്. പേപ്പർ 2 മാനേജ്മെന്റ് ലൈവ് ഉണ്ട്. പക്ഷേ പേപ്പർ 2 സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബാച്ച് കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും നിങ്ങൾക്കും അറിയാലോ. ഓക്കെ. ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ടോപ്പിക്ക് ലൈവ് തീർക്കാൻ പറ്റൂല, റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ പേപ്പർ 1-ന് നമുക്ക് തീർക്കാൻ പറ്റും. പേപ്പർ 1-ന് തീർക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ കുറേ ഡിസ്കഷനും കുറേ ലൈവും കുറേ മോർണിംഗും പല പല ആസ്പെക്റ്റുകളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മോർണിംഗ് ആളുടെ JRF ക്ലബ് എല്ലാം റെക്കോർഡ് JRF ക്ലബ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡിങ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫീ നമ്മളെ നമ്പർ യു വിൽ ഗെറ്റ് ഇറ്റ്. they will give you the numbers and other things. Okay, you can contact in this number or നമ്മൾ ഗ്രൂപ്പിൽ ഓക്കെ വിൽ ബി ഹാവിങ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ഐ മീൻ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. We have Malayalam, we have Arabic, we have sociology, we have political science, we have English. So we have a lot of subjects. Okay. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് ബ്ലൂ പ്രിന്റ് ഒക്കെ ഗ്രൂപ്പിലിടാം. ഓക്കെ. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. സബ്ജക്റ്റുകളുടെ ബ്ലൂ പ്രിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ തന്നെ വരും ദിവസങ്ങൾ സബ്ജക്റ്റുകൾ ലിങ്കും കാര്യങ്ങളും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും. Those who are very serious, okay, who have started, who would like to be part of AIFA, and together let's discuss about that. You can join AIFA. കോഴ്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. So that's it. Okay, thank you all. ഇനിയുള്ള സമയം കൂടുതൽ നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. That's it. Okay, that's it. Thank you all.